ಎಲ್ಲಾ ಹಾನಿಯಿಂದ ಕೂದಲನ್ನು ರಕ್ಷಿಸುತ್ತೆ. ಬರೀ ಅಮೃತ್ ನೋನಿ ರೀಚ್ ರೂಟ್ ಪ್ರೀಮಿಯಂ ಹೇರ್ ಆಯಿಲ್. ആർക്ക് വോട്ട് ചെയ്തു? ഞാൻ വോട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിക്ക്. അതിപ്പോൾ തുടക്കത്തിൽ അത് തന്നെയാണല്ലോ മെച്ചാലും. ഞാനിപ്പോൾ ഈ രാഷ്ട്രീയം കാണാൻ തുടങ്ങിയിട്ട് പ്രവർത്തനമില്ല. 45 കൊല്ലമായി, 50 വർഷത്തോളമായി. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ പരിചയമുണ്ട്. ഇപ്പോൾ ഡെവലപ്മെന്റ് കാര്യങ്ങൾ ചെയ്തോ രാഹുൽ ഗാന്ധി? ഇവിടെയോ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് ജയിച്ചതിന് ശേഷമല്ല ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ മോദി ഔട്ട് പോട്ടെ. കാര്യങ്ങൾ ചെയ്തില്ല മോദി. എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇത് അഭിപ്രായ സർവേ ആണല്ലോ. അത് തന്നെ. അതങ്ങനെ പറയുമ്പോൾ ಅದು ಅದೇನೇ ಪ್ರಧಾನಮಂತ್ರಿಯ ಕುರಿತಾണ് നിങ്ങൾ പറഞ്ഞത്. ಅಭಿಪ್ರಾಯ ಸ್ವಾತಂತ್ರ್ಯ ಇದೆ ಅಂತ ಅವ್ರು ಹೇಳ್ತಿರೋದು. ರಾಹುಲ್ ಗಾಂಧಿಗೆ ವೋಟ್ ಹಾಕ್ತೀವಿ, ಪ್ರಧಾನಮಂತ್ರಿಯಾಗಿ ಹೌದು ಮೋದಿ ಕೆಲಸ ಮಾಡಿದ್ದಾರೆ, ಆದರೆ ಕೇರಳದಲ್ಲಿ ಏನಿದ್ರು ರಾಹುಲ್ ಗಾಂಧಿ ಕಮ್ಯುನಿಸ್ಟ್, ಇದು ಎರಡೇ ಇರೋದು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിക്കാണ് നമ്മൾ ഇവിടെ കുറേ വികസനമൊക്കെ ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയാണ്. അപ്പം നമ്മൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യും. ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെന്റ് വേണ്ട കാര്യങ്ങളൊക്കെ വണ്ടി പിന്നെ അങ്ങനെ കുറെ റോഡ് കാര്യങ്ങളൊക്കെ മൂപ്പര് റെഡിയാക്കിയിട്ടുണ്ട്. മോദി ചെയ്തിട്ടില്ല എന്നല്ല, മോദിന്റെ കാര്യങ്ങൾ മോദി ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ ഇത് ചെയ്തിട്ടുണ്ട്. BJP ഇവിടെ BJP കുറവാണ്. BJP ഇവിടെ കുറവ്. കൂടുതലും കോൺഗ്രസ് LDF ആണ്. ഇവിടെ BJP ഉണ്ട്, എന്നാലും കൂടുതൽ ഇവിടെ വയനാട് സാധ്യത രാഹുൽ ഗാന്ധി. നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം, അല്ല ആര് ജയിച്ചാലും നമുക്ക് ഇവിടെ കാര്യമൊന്നുമില്ല. ಅವ್ರು ಹೇಳ್ತಿರೋದು ಎಲೆಕ್ಷನ್ ಬಂದ್ರೇನು ಹೋದ್ರೇನು ನಮ್ಗೇನಂತ ಬಿಸಿ ಇಲ್ಲ, ನಮ್ಮ ಕೆಲಸ ನಾವು ಮಾಡ್ಕೊಳ್ಬೇಕು ಅಂತ ಅವ್ರು ಹೇಳ್ತಾ ಇರೋದು. ಬನ್ನಿ, ಇಲ್ಲಿ ಇಬ್ರು ಇದ್ದಾರೆ, ಯಂಗ್ ಆ್ಯಂಡ್ ಎನರ್ಜೆಟಿಕ್ ಇದ್ದಾರೆ. ಸರ್ ചേട്ടാ, ആരൊക്കെ വോട്ട്? വോട്ട് ഇവിടെ സുരേന്ദ്രചെരിക്ക്, BJP, മോദിക്ക്. കേരളത്തിൽ BJP ഇല്ലല്ലേ? കേരളത്തിൽ ആര് പറഞ്ഞില്ലെന്ന്? കേരളത്തിൽ ഇല്ലാത്ത, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് വളർന്നത്. 2 സീറ്റ് കൊണ്ട് BJP ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് 300 സീറ്റ് കൊണ്ട് BJP ഭരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് കൊണ്ട് BJP ഭരിക്കും. 400 സീറ്റ് കൊണ്ട് BJP നരേന്ദ്രമോദി അധികാരത്തിൽ വരും. പോഷ അഭിയാൻ, പിന്നെ അതുപോലെ തന്നെ ജൻ ഔഷധി, 5 lakhs ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ ഇതും മോദി അല്ലാതെ ഇവിടെ ചെയ്യുന്നില്ല. 5 കിലോ അരി, സൗജന്യ റേഷൻ. ನನ್ನ ಜೀವನದಲ್ಲಿ ನಾನು ಮಾತ್ರವಲ್ಲ, ನನ್ನ ಕೂದಲು ಕೂಡ ಆಗಿರಬೇಕು ಸ್ಟ್ರಾಂಗ್ ಅಂಡ್ ಸ್ಟೈಲಿಶ್. ಬರೀ ಅಮೃತ್ ನೋನಿ ರೀಚ್ ರೂಟ್ ಪ್ರೀಮಿಯಂ ಹೇರ್ ಆಯಿಲ್ ನೊಂದಿಗೆ. ರೀಚ್ ರೂಟ್ ಪ್ರೀಮಿಯಂ ಹೇರ್ ಆಯಿಲ್ മോദി കൊടുക്കുന്നു. ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ മോദി കൊടുക്കുന്നു. BJP വളർന്ന് വലുതായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു സ്കോപ്പുമില്ല. ഇവിടെ 5 വർഷമായിട്ട് MP ആകെ 7 തവണ ഇവിടെ വയനാട്ടിൽ വന്നു പോയി. ഇപ്പോൾ ഇലക്ഷൻ വന്നു, ഇലക്ഷൻ കഴിഞ്ഞ് പോയി, ഒന്നുമില്ല. ഇവിടെ ഈ ഇലക്ഷൻ ടൈമിൽ മാത്രം ഇങ്ങനെ പേരും ഫോട്ടോയും കാണാം, അല്ലാതെ ഒന്നുമില്ല. നേരെ മറിച്ച് മോദീൻ്റെത് നേരിട്ട് ഡയറക്റ്റ് അക്കൗണ്ടിൽ എല്ലാ കാര്യങ്ങളും, സീറോ ബാലൻസ് അക്കൗണ്ടിൽ, അതുപോലെ തന്നെ എല്ലാം നേരിട്ട് ഡയറക്റ്റ്, ഒന്നിലും ഒരു തട്ടിപ്പ് നടക്കില്ല. ചേട്ടാ, ആരാണ് വോട്ട്? ഞാൻ രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യും. ഡെവലപ്മെന്റ് വൻഭൂരിഷോട് ജയിക്കുകയും ചെയ്യും. ഒരുപാട് ഉപകാരം കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ മേഘസ്ഫോടനം ഉണ്ടായപ്പോൾ ആ വ്യക്തി മാത്രമാണ് ഇപ്പോൾ MP എന്നുള്ള സ്ഥാനത്ത് വ്യക്തി ഇവിടെ ഉണ്ട്. ഒരു മുഖ്യമന്ത്രിയോ ഒരു MLA ഒരു എട്ടാണ് ഈ സ്ഥലത്ത് കയറില്ല. കാപ്പിക സന്ദർശിച്ചത് ഒരു മേഘസ്ഫോടനം ഉണ്ടാക്കി ഒരു അത്യാഹിതം നടന്നപ്പോൾ ആ MP ഓടി ഇവിടെ എത്തി. വേറെ ആരും ഇവിടെ, ഒരു MLA പോലും ഇവിടെ എത്തിയിട്ടില്ല. മോദി കാര്യങ്ങൾ ചെയ്തില്ല. മോദി ചെയ്തിട്ടുണ്ട്, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്തേ പറ്റുള്ളൂ. ചെയ്തില്ലെങ്കിൽ പിന്നെ നാളെ ഇറങ്ങിപ്പോണ്ടേ. ಅದು ಅವರು ಪಿಡಿಚೇಕಾನ್ ಉಳ್ಳ ತಂತ್ರಂ ಎಲ್ಲ ಉಪಯೋಗಿಸುವರು. ಹೇಳ್ತಿರೋದು ಕಳೆದ ಬಾರಿ ಮಳೆ ಬಂದಾಗ ಎಲ್ಲ ರಾಹುಲ್ ಗಾಂಧಿ ಬಂದಿದ್ದಾರೆ, ಇಲ್ಲಿ ಕೆಲಸ ಮಾಡಿದ್ದಾರೆ, ಮೋದಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ, ಆದರೆ ಪ್ರಧಾನಮಂತ್ರಿ ನಮ್ಮ ದುಡ್ಡಲ್ಲೇ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತ ಅವ್ರನ್ನ ಹೇಳ್ತಿರೋದು. ಥ್ಯಾಂಕ್ ಯು ಚೇಟಾ. ಅನುಕ್ಷಣದ ಸುದ್ದಿಗಳಿಗಾಗಿ ವಿಸ್ತಾರ ನ್ಯೂಸ್ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಹೊಸ ಸುದ್ದಿಗಳ ನೋಟಿಫಿಕೇಶನ್ಗಾಗಿ ಬೆಲ್ ಐಕಾನ್ ಕ್ಲಿಕ್ ಮಾಡಿ. ಲೇಟೆಸ್ಟ್ ಅಪ್ಡೇಟ್ಸ್ಗಾಗಿ www.vistaranews.com ವೆಬ್ಸೈಟ್ಗೆ ವಿಸಿಟ್ ಮಾಡಿ. ಅಂಗೈಯಲ್ಲೇ ಜಗತ್ತಿನ ಸುದ್ದಿ ತಿಳಿಯಲು ವಿಸ್ತಾರ ನ್ಯೂಸ್ ಕನ್ನಡ ಆಪ್ ಡೌನ್ಲೋಡ್ ಮಾಡಿ.